മണിച്ചേട്ടനോട് എന്തായിരുന്നു? മണിച്ചേട്ടനായിട്ട് ഭയങ്കര നമ്മളിപ്പം മണിച്ചേട്ടനില്ല അന്നേരം എന്തെങ്കിലും ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. മണിച്ചേട്ടനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പലരും വീട്ടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ആരും അറിയാതെ പലരും സഹായിക്കുന്നവരൊക്കെ അറിയാമായിരുന്നു. 46 കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ പറയപ്പെടുന്ന ഈ സുഖമില്ലാത്ത ഈ ഒരു മനുഷ്യൻ കാരണമാണ്. നേരിട്ട് പോയി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്. സുനിൽ തന്നെ നോക്കുന്നു, സുനിൽ തന്നെ അമ്മയ്ക്കുള്ള കാര്യങ്ങൾ, സഹോദരങ്ങളുണ്ടെങ്കിൽ പോലും അവർ പലരും രോഗാവസ്ഥയിലുള്ളവരാണ്. വണ്ടി ഓടുന്നിടം വരെ പോട്ടെ, സൗണ്ട് മാറും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞ ഒരു 2 കൊല്ലം കഴിഞ്ഞു. അന്ന് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയും ബിനീഷ് മാഷിനൊക്കെ ആയിരുന്നു കാരണം. മേഴ്സിക്കുട്ടിയമ്മ സുനിലിൻ്റെ വീട്ടിൽ ഇവരാരും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പഞ്ചായത്തെല്ലാം നല്ല സപ്പോർട്ട്, പക്ഷേ ബില്ല് മാറി തന്നില്ല ഇതുവരെ. ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും മാറിയിട്ടില്ല. സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ടായി നമ്മൾ പുറമോട്ടിരിക്കുന്നത്. എല്ലാവരോടും നല്ല ബന്ധമാണ്, നമ്മളാരും പിണക്കാനൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും വേണ്ടി നമുക്കെന്തിനാ വീട്? ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ ആരോട് പറയാനാണ് ഇങ്ങനെ പോകുന്നത്? അമ്മയ്ക്ക് ഓർമ്മ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ മൂത്ത ചേട്ടന് സ്ട്രോക്ക് വന്നിട്ട് നാക്കിയിരുത്തി വീട്ടിലുണ്ട്. ഞാൻ വീട് പൊളിക്കുകയും ചെയ്ത് ഇപ്പം വീട് പണി തീരാത്തോണ്ട് ഇപ്പം വീട്ടുകാർക്ക് ഞാനിപ്പോൾ ഒരു ശല്യമായിരിക്കും. സുനിൽ ജീവിച്ചിരുന്നാലേ, ആരോഗ്യത്തോടിരുന്നാലേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. മണിച്ചേട്ടൻ ഉള്ളപ്പോൾ നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് മണിച്ചേട്ടനായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര മുളവനയിലാണ്. സ്വന്തം ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി തൻ്റെ ശാരീരിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 46ഓളം പേരുടെ വിവാഹം നടത്തിക്കൊടുത്ത ഒരു മനുഷ്യൻ്റെ ജീവിതകഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ശ്രീ സുനിൽ മുളവന. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സുനിലേട്ടാ നമസ്കാരം. നമസ്കാരം. കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. അങ്ങനെ ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ 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 അതെ. എത്ര വർഷമായി? ഇപ്പം മണിച്ചേട്ടൻ മരിച്ചിട്ട് ഈ വരുന്ന മാർച്ച് 6 10 വർഷമാകാൻ പോവുകയാണ്. മണിച്ചേട്ടൻ മരിച്ച് ഒരു 2-3 മാസത്തോളം കഴിഞ്ഞപ്പോൾ നമ്മളൊരു വലിയൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടി. അതിനുശേഷം രൂപീകരിച്ചതാണ്. അങ്ങനെ മണിച്ചേട്ടൻ മരിച്ച അന്ന് പോലെ സംഘടനയുണ്ട് എന്ന് വേണം ചുരുക്കി പറയാം. ഈ മണിച്ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ കാരണം എന്താ? മണിച്ചേട്ടനോട് എന്തായിരുന്നു? മണിച്ചേട്ടനായിട്ട് ഭയങ്കര നമ്മളിപ്പം മണിച്ചേട്ടനില്ല അന്നേരം എന്തെങ്കിലും ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും മണിച്ചേട്ടനായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പലരും വീട്ടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ആരും അറിയാതെ പലരും സഹായിക്കുന്നവരൊക്കെ അറിയാമായിരുന്നു. മണിച്ചേട്ടനിൽ നിന്നുണ്ടായ ഒരു പ്രചോദനമാണ്. അതായത് കലാഭവൻ മണി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ പരസ്പരം പലരോടും അറിയാതെ തന്നെ പലരെ സഹായിച്ചു. അതെ അതെ അതെ, പല വ്യക്തികളെ എനിക്കറിയാം. അത് സുനിലിന് അറിയായിരുന്നു? അറിയാമായിരുന്നു. ഇത് പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല? ഇല്ല, ഞാനും പറഞ്ഞിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു സൗഹൃദത്തിൽ നിന്നാണ് മണിച്ചേട്ടൻ്റെ പേരിൽ. പിന്നെ മണിച്ചേട്ടൻ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ചെറിയ ഈ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പ്രോഗ്രാമൊക്കെ പലതും നടത്തിയിട്ടുണ്ട്. മണിച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. മണിച്ചേട്ടനായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല, ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് മണിച്ചേട്ടൻ പല. സുനിലൊരു ശാരീരിക അവസ്ഥയും മോശമൊക്കെ ആയിരുന്നു. സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് വന്നിട്ട് കൈകാലുകൾ തളർന്നു പോയൊരു അവസ്ഥയുണ്ടായിരുന്നു. അതെ അതെ. അതിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ മണിച്ചേട്ടൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? ഈ അസുഖമൊക്കെ സീരിയസ് ഒക്കെ ആയപ്പോഴത്തേനും മണിച്ചേട്ടൻ മരിച്ചുപോയി. പിന്നെ മണിച്ചേട്ടൻ അറിയാമായിരുന്നു. പിന്നെ ഒരുവിധം ആശുപത്രിയിലെല്ലാം പോകാൻ പറഞ്ഞായിരുന്നു. മണിച്ചേട്ടൻ ഉള്ളപ്പോൾ നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് മണിച്ചേട്ടനായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയത്. പിന്നെ നമ്മൾ ഈ ശാരീരിക പ്രശ്നം മറ്റുള്ളവർ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആരുടെ പറഞ്ഞിട്ട് സഹായിക്കുന്നത് ശരിയല്ലല്ലോ. മണിച്ചേട്ടൻ ആരോരും അറിയാതെ സുനിലിനെ സഹായിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു അന്ന് ബേബി മെമ്മോറിയലിൽ പോയത്. മണിച്ചേട്ടൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, അവിടെ പോയി എല്ലാം ചെയ്തു. പക്ഷേ അത് കഴുത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് പിന്നെ ഞാനങ്ങോട്ട് പിന്നെ മണിച്ചേട്ടനും മരിച്ചുപോയി. പിന്നെ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോയല്ലേ മണിച്ചേട്ടൻ പോയത്? അതിനുശേഷം മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുന്നു. നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ, അവരുടെ കുടുംബങ്ങളിൽ വിവാഹിതരാകാതിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കണ്ടെത്തി, യുവതി യുവാക്കളെ കണ്ടെത്തി അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ സുനിൽ മുൻകൈ എടുത്തു. നമ്മളൊരു 3 പ്രാവശ്യമായിട്ട് സമൂഹം നടത്തിയായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂടെ കണ്ടമാനം ചെറുപ്പക്കാർ കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളെ അന്നും ഇന്നും ഉണ്ട്. അന്നേരം അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ഈ ശാരീരിക പ്രശ്നമൊന്നും അവരുടെ മുമ്പിൽ ഒരു ഇതില്ല. അവരെല്ലാം പറയുന്നത് ഞാനൊന്ന് നിന്ന് കൊടുത്താൽ മതി എന്നാണ്. ഈ മറ്റുള്ളവരുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോഴും സുനിൽ വിവാഹം കഴിച്ചിട്ടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, വീടില്ല. പലപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങാൻ സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ പല ഇടങ്ങളിലും കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമകരമായ ഒരു അവസ്ഥ. ഞാനിത് നേരിട്ട് അറിഞ്ഞത് കൊണ്ടാണ് സുനിലിനെ തേടിയെത്തിയത്.
ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഓരം ചേർന്ന് സുനിൽ കിടക്കുന്നതായിട്ട് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു. വളരെ സങ്കടം തോന്നി. കാരണം ഒരുപാട് ഈ അടുത്തിടെയാണ് സുനിൽ ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി വീട് കിട്ടി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് സ്വന്തം വീടല്ല. വീടെന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബമാണ്. അവിടുത്തെ ഏറ്റവും ഇളയ സന്താനമാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്തിനാ വീട്, സഹോദരങ്ങൾക്ക് വേണ്ടി. അന്നേരം വീട്ടിൽ ഇതിങ്ങനെ പറയുമ്പോഴേ ഇത് തുറന്ന് പറയേണ്ടതുണ്ട്. സുനിലെല്ലാം സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് ത്യജിക്കുന്ന ഒരാളാണ്. ക്യാമറയിൽ നോക്ക്, ഇത് പറയണം. സുനിലിന് ഇതൊന്നും പറയാൻ സുനിൽ പറഞ്ഞിട്ടല്ല, പക്ഷേ ഇത് നേരിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഇത് പൊതുജനങ്ങളോട് പറയേണ്ടി വരുന്നത്. 46 കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ പറയപ്പെടുന്ന ഈ സുഖമില്ലാത്ത ഈ ഒരു മനുഷ്യൻ കാരണമാണ്. നേരെ ചൊവ്വയൊന്നും നേരെ നിൽക്കാൻ പോലും ഇപ്പോഴും പിടിച്ച ഒരിടത്ത് നിൽക്കണം, നല്ലപോലെ ഒന്നും നടക്കാൻ പറ്റില്ല, വളരെ വിഷമമാണ്. എങ്കിലും സുനിൽ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ, എനിക്കൊരു പ്രശ്നമില്ല, ഓടി അങ്ങ് നടക്കും. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു അമ്പല കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണിപ്പോൾ, അല്ലേ? ഏത് അമ്പലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന അമ്പലം? അമ്പലത്തിന്റെ പേര് പറ. മുളവന ശ്രീ മാടൻകാവ് ക്ഷേത്രം. മുളവന മാടൻകാവ് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. 4 കരയുടെ 4 കരകളുടെ പ്രസിഡന്റാണ്. വലിയ അതേപോലെ ഇവിടുത്തെ ക്ലബ്ബുകളുടെ പ്രസിഡന്റ് സ്ഥാനമുണ്ട്. നയിക്കാൻ കെൽപ്പുള്ള ആളാണ്, നല്ല കോർഡിനേറ്ററാണ്. പക്ഷെ തൻ്റെ സങ്കടങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ആരോടും പറയില്ല. അതെന്തുകൊണ്ടാണ് സുനിൽ ആരോടും ഇതൊന്നും പറയാത്തേ? കാരണം സുനിൽ പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട്, പലരെ സഹായിച്ചിട്ട്. അതൊന്നും വീഡിയോ പറയണ്ട. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഈ കാല് വയ്യാത്ത ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇടറി വീണ് വലിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ സുനിൽ ഇത് ആരോടും പറയില്ല. സുനിലിനെ അറിയാവുന്ന ആയിരക്കണക്കിന് ആളുകൾ, കലാകാരന്മാരോടുണ്ട്. 100 കണക്കിന് കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടി നടത്തിയിട്ടില്ലേ? അത് മണിച്ചേട്ടൻ്റെ പേരിൽ ഫൗണ്ടേഷൻ്റെ പേരിൽ മാർച്ച് 6-ാം തീയതി എല്ലാ വർഷവും നടന്നു. ഈ വരുന്ന മാർച്ച് 6-നും ഫൗണ്ടേഷൻ്റെ പരിപാടിയുണ്ട്. അന്നേരമെങ്കിൽ നാടൻ പാട്ടുകാരന്മാർക്ക് നാടൻ കല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 14 ജില്ലയിൽ നിന്നുള്ള നാടൻ പാട്ട് കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തിയിട്ട് ഓടപ്പുഴം പുരസ്കാരം എന്നുള്ള രീതിയിൽ. കലാഭവൻ മണിയുടെ ഓടപ്പുഴം പുരസ്കാരം കൊടുക്കുന്ന സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഫൗണ്ടേഷൻ്റെ. അതിൽ ഏകദേശം 14 ജില്ലയിലെയും കലാകാരന്മാരെയും ഈ മലയാളത്തിൽ ഒട്ടുമിക്ക സിനിമാ താരങ്ങളെയും സംവിധായകരെയൊക്കെ ഉൾപ്പെടുത്തി പരിപാടി, വലിയ രാഷ്ട്രീയക്കാരെ, മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തി ആ പരിപാടി നടത്തുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ സുനിൽ ഇത്രയും കഷ്ടത്തിലായിരുന്നെന്ന്? അല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് അവർക്കറിയായിരിക്കാം, അറിഞ്ഞുകൂടായിരിക്കാം. നമ്മൾ പറഞ്ഞ് സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞിട്ട് ആർക്കെങ്കിലും സഹായം ചോദിക്കാൻ ശരിയല്ലല്ലേ? ഞാനാരും. പക്ഷേ സുനിലിൻ്റെ വിഷമം അറിയാവുന്ന പരമാവധി ആളുകളുണ്ട്. ഇവരാരെങ്കിലും സുനിലിനെ പേഴ്സണൽ സഹായിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല. സംഘടനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ, അല്ല അമ്പലത്തിന് വേണ്ടി വല്ലതും ചെയ്യട്ടെ. അല്ല, നമ്മൾ എൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. സുനിൽ രോഗാവസ്ഥ ഇപ്പോഴും കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. കൃത്യമായി ചികിത്സിച്ചാൽ സുനിലിനെ ഭേദപ്പെടുത്തി എടുക്കാവുന്ന ഒരവസ്ഥയുണ്ട്. ഞരമ്പുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നുണ്ട്. മുറിവുകൾ പറ്റിയിട്ട് അത് വ്രണമായി ഒരവസ്ഥയുണ്ട്. അതിപ്പം ഒരു 3 മാസത്തോളം ആശുപത്രിയിലായിരുന്നു, കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ. അന്നേരം ഈ ഗവൺമെൻറ് ആശുപത്രി കിടന്നറിഞ്ഞത്. ഗവൺമെൻറ് ആശുപത്രിയുടെ വേറെ ഒന്നുമില്ല, അവിടെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു. അന്നേരം വീട് പണി നടന്നിട്ടേ വാർത്തിട്ടില്ലായിരുന്നു. അന്നേരം പഞ്ചായത്തിന് അനുമതി, പഞ്ചായത്തിന് ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വീട് പണിയുന്നതനുസരിച്ച് അവർ വീട് വാർത്തെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരിക്കും വലിയ കെട്ടിടമൊക്കെ. കൊച്ചു വീട്. അത് എത്ര പേര് ആ വീട്ടിലോട്ട് താമസമുണ്ട്? ഈ 2 ബെഡ്റൂം ഉള്ള ഒരു വീട് പഞ്ചായത്ത് തന്നപ്പോൾ എത്ര പേര് ആ വീട്ടിൽ താമസിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഷെഡിലാണ് താമസിക്കുന്നത്. പക്ഷേ സർക്കാർ ഒരു വീട് തന്നു. അത് ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ? അല്ല, ഈ 4 ലക്ഷം രൂപയുണ്ട്. അതെന്താ സംഭവിച്ചെന്ന് അറിയാമോ? വീട് പണി അല്ല, ഇത് പറയില്ല, ഡൈവേർട്ട് ചെയ്ത് വരും. സുനിൽ ഭയങ്കര തന്ത്രശാലിയാണ്. സുനിലിന്റെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ സുനിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്താൻ വരും. സുനിലിന്റെ വീട്ടിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്? ഒരു കൊച്ചു ഷെഡിൽ ഇപ്പോൾ എത്ര പേരുണ്ട് താമസിക്കും? വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ പെങ്ങളും മോളും ഉണ്ട്, മൂത്ത ചേട്ടൻ്റെ ഭാര്യ മരിച്ചു. ചേട്ടൻ്റെ സ്ട്രോക്ക് വന്നു. 7ഓളം ആളുകൾ ആ വീട്ടിൽ താമസമുണ്ട്, ഈ കൊച്ചു ഷെഡിൽ. ഇപ്പോഴും വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അല്ല, വീടിൻ്റെ ഇപ്പോഴാണ് ഓണത്തിനിടയ്ക്ക് പൂർത്തീകരിച്ച പണി ഇല്ല. ഞാൻ വന്ന് കണ്ടല്ലോ സുനിലെ. അതായത് സുനിലിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. സുനിലിൻ്റെ വീടിൻ്റെ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. 100 കണക്കിന് ആളുകളെ സുനിൽ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. പല സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അമ്പലത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടൊന്ന് അതിമനോഹരമായിട്ട് ഇവിടുത്തെ 2 തവണ ഇവിടുത്തെ മനോഹരമായ ഉത്സവം നടത്തിയ ആളാണ്. പക്ഷേ സുനിലിൻ്റെ വിഷമവും വേദനയും സുനിൽ ഒരാളോടും പറഞ്ഞിട്ടില്ല. രമ്യ ഹരിദാസ് എം പിയൊക്കെ സുനിലിൻ്റെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും സുനിലുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളവരാണ്. പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ല സുനിലിൻ്റെ ഉള്ളിലെ വേദനയും സങ്കടവും. അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. അമ്മയെ നോക്കുന്നത് ഇപ്പോഴും ഈ വയ്യായികയിൽ നിന്നുകൊണ്ട് സുനിലാണ് നോക്കുന്നത്. നേരിട്ട് പോയി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്. സുനിൽ തന്നെ നോക്കുന്നു, സുനിൽ തന്നെ അമ്മയ്ക്കുള്ള കാര്യങ്ങൾ. സഹോദരങ്ങളുണ്ടെങ്കിൽ പോലും അവർ പലരും രോഗാവസ്ഥയിലുള്ളവരാണ്.
സുനിലിനെ ആരെങ്കിലും അഥവാ സഹായിക്കാൻ ഒരു 100 രൂപ കൊടുത്താൽ ആ 100 രൂപ വാങ്ങില്ല. അഥവാ എന്തെങ്കിലും കിട്ടിയാൽ അതുമായിട്ട് അപ്പം വീട്ടിലേക്ക് ഓടും. ഈ വയ്യാത്ത മനുഷ്യൻ, ഒരു സൈക്കിള് പോലും സ്വന്തമായിട്ട് ചവിട്ടാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരാൾ ഓടി പിടച്ച് വീട്ടിലേക്ക് അമ്മ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. സുനിൽ പുറത്ത് പോയി ഒരു കാര്യങ്ങൾക്കും ഇടപെടാറില്ല. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും എങ്ങും പോയി തങ്ങാറുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അപകടങ്ങൾ പറ്റുന്നു, വീഴ്ചകൾ പറ്റുന്നു, ദുരന്തങ്ങൾ പറ്റുന്നു, വിഷമം വരുന്നു. ആരോടും പറയത്തില്ല. സുനിലിനെ എപ്പോൾ നോക്കിയാലും ഒരു ചിരി ഉണ്ടാവും മുഖത്ത്, ഒരു സന്തോഷം ഉണ്ടാവും. മണിച്ചേട്ടൻ്റെ പേരിൽ വളരെ ആവേശം കൊണ്ട് ആളുകളെ സഹായിക്കാനായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ് സുനിൽ. സുനിലിപ്പോൾ ശരിക്കും ഒരു രോഗാവസ്ഥയിലല്ലേ? അല്ല, സാമ്പത്തികം ഉണ്ടെങ്കിൽ അസുഖം മാറ്റാമെന്നൊന്നും പറഞ്ഞായിരുന്നു. നമ്മുടെ ഈ കഴുത്തിന് താഴോട്ട് വരുന്ന ഒരു സെർവിക്കൽ പ്രോബ്ലം ആണ്. അത് ഇപ്പോഴും നിലവിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാറും. പക്ഷേ നമ്മളിത് ആർക്കും പറയാറില്ല. പറയാത്ത മറ്റൊന്നും കൂടെ അല്ല, സാമ്പത്തികം എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു പേര് ദോഷം വരും ചോദിച്ചാലുവേ. നമ്മളതുകൊണ്ട് ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പാവമാവരുത് സുനിൽ. കാരണം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സുഹൃത്തുക്കളോടൊന്നും പറയുന്നതിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം സുനിൽ ജീവിച്ചിരുന്നാലേ, ആരോഗ്യത്തോടിരുന്നാലേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ. അത് സുനിൽ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? വണ്ടി ഓടുന്നിടം വരെ പോട്ടെ, സൗണ്ട് മാറുന്നു. അങ്ങനല്ല. സുനിലിൻ്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സുനിലിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി പോകുന്ന ഒരു മനുഷ്യൻ. ഇത് ഇനിയെങ്കിലും പൊതുരംഗത്തുള്ളവർ, സിനിമയിലുള്ളവർ, കലാഭവമണിയെ സ്നേഹിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും കൂടെ ഒന്ന് മനസ്സിൽ. ഇപ്പം മണിച്ചേട്ടൻ മരിച്ചു പോയെങ്കിലും മണിച്ചേട്ടൻ്റെ ഓർമ്മ നിലനിർത്താൻ സുനിൽ ഒരു സംഘടന തുടങ്ങി. അതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള, അതായത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ കലാകാരന്മാരെ ചേർത്ത് നിർത്തി അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുകയും അവർക്ക് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുനിൽ ഈ വീട്ടിൽ ഭക്ഷണമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? അല്ലാതെ കഴിഞ്ഞ ഒരു 2 കൊല്ലം കഴിഞ്ഞു. അന്ന് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയും ബിനീഷ് മാഷിനൊക്കെ ആയിരുന്നു ഉദ്ഘാടനം. മേഴ്സിക്കുട്ടി അമ്മ, ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടുത്തെ MP ഉണ്ട്, MLA ഉണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും അറിയോ സുനിൽ? ഇത്രയും ഇവരായിട്ടെല്ലാം നേരിട്ട് പരിചയമുണ്ടല്ലോ. പരിചയമുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ സുനിൽ മുളവനെ അറിയാം. അല്ല, പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. സുനിലിൻ്റെ വീട്ടിൽ ഇവരാരും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. സുനിൽ ഇപ്പോഴാണ് ചെറിയൊരു വീടിനെങ്കിലും പഞ്ചായത്ത് സഹായിച്ചത്. പഞ്ചായത്തെല്ലാം നല്ല സപ്പോർട്ട്. പക്ഷേ ബില്ല് മാറി തന്നില്ല ഇതുവരെ. ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ മാറത്ത്, പക്ഷേ ഇപ്പോഴും ബില്ല് മാറിയിട്ടില്ല. അതിൻ്റെ പേരിൽ എത്ര കടമുണ്ട്? ഇപ്പം നിലവിൽ 80,000 രൂപ കടം. ഇപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് ആരും വിളിക്കാത്ത, കടമെടുത്താൽ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓടപ്പഴം അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് പറഞ്ഞില്ലേ? ഈ പരിപാടി എല്ലാ വർഷവും മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിനത്തിൽ നടത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര ലക്ഷം രൂപ ഇപ്പോൾ കടമുണ്ട്? സത്യസന്ധമായി പറയണം, എത്രത്തോളം? ഇത് മൊത്തം കടം മേടിച്ചല്ലേ സുനിൽ ചെയ്യുന്നത്? സുനിൽ ആരോടും സ്പോൺസർഷിപ്പ് ആരെങ്കിലും കൊടുത്താലായി, കൊടുത്തില്ലേലായി, സുനിൽ ഓടി നടന്ന് കടം മേടിക്കും. ട്രോഫി കടം മേടിക്കും, മൈക്ക് സെറ്റുകാരോട് കടം പറയും, ട്രോഫി എല്ലാവരോടും കടം പറഞ്ഞ് സുനിൽ ആയതുകൊണ്ട് കേൾക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഫോൺ വിളി തുടങ്ങും. എൻ്റെ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുണ്ട്. അമ്മാര് കാര്യങ്ങളെല്ലാം ഡീസൻ്റായിട്ട് കൊണ്ടുപോകും. നമ്മളൊന്ന് കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിലേ. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ടായി നമ്മൾ പുറമോട്ടിരിക്കുന്നത്. സാമ്പത്തികം മെയിൻ വിഷയമാണല്ലേ. എന്നാൽ പോലും ഇങ്ങനെ അങ്ങ് പോകും. സുനിലിന് ശരിക്കും നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും ഇങ്ങനെ കടങ്ങൾ പെരുകി വരുന്നതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടല്ലോ. അല്ല, കഴിവതും പരിപാടികളൊക്കെ നടത്താതെ അങ്ങ് പോകുക എന്നുള്ള ലക്ഷ്യം. ഇപ്പം അല്ല, മണിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് സുനിൽ ഈ സംഘടനകൾ തുടങ്ങിയത്. അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്, അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഈ സഹായം പറ്റിപ്പോയവർ 46ഓളം കുടുംബങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇവരാരെങ്കിലും പിന്നീട് സുനിലിനെ വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്, ഒട്ടുമിക്ക ആൾക്കാരും വിളിക്കാറുണ്ട്. പക്ഷേ അവരോട് ആരോടും നമ്മുടെ സാഹചര്യങ്ങളൊന്നും പറയും. ഇവരെയൊക്കെ റോഡിൽ വെച്ചൊക്കെ ഞാൻ കാണുന്നതേ. വിളിക്കുമ്പോൾ ഒന്നുകിൽ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അതിലിപ്പോൾ ഓണമായപ്പോൾ 1-2 പേര് ഷർട്ടൊക്കെ മേടിച്ച് തന്നായിരുന്നു. അത് മേടിച്ച് തന്നു പറഞ്ഞാൽ പോയി കൈപ്പറ്റിയിട്ടില്ല, വിളിച്ച് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോകണം. അല്ല, എല്ലാവരോടും നല്ല ബന്ധമാണ്. നമ്മളാരും പിണക്കാനൊന്നും പോയിട്ടില്ല. നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്യുന്നവരാണ്. ചില കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ചങ്ക് കുടിഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് വളരെ മുൻപന്തിയിൽ നിന്ന് ഒരുപാട് താഴേക്കിടയിലുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തിയ ആളുകൂടാണ് സുനിൽ. പക്ഷേ സുനിലിനൊരു പ്രശ്നം വന്നിട്ട്, വിഷമം വന്നിട്ട് ഇവരാരും അറിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. സുനിൽ അറിയിക്കാത്തതാണ് എങ്കിൽ പോലും അറിയാവുന്ന ആളുകളുണ്ട്, അവരാരും മിണ്ടാറുമില്ല. അതിനെപ്പോഴേലും സങ്കടം തോന്നിയിട്ടുണ്ടോ സുനിലേ? കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ. നമ്മൾ ആരോട് പറയാനാണ് ഇങ്ങനെ പോകുന്നത്? ഈ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ കുറേ നാൾ, അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ? അല്ല ഇതിന് മുന്നേ കുറച്ച് നാൾ കിടന്നത്. ഇപ്പോൾ അവസാനം കിടന്നത് ഇപ്പോൾ 2.5 മാസം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി കിടന്നത്. പിന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊല്ലത്ത്, അവിടെ പോയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അത്
അതെന്തായിരുന്നു അല്ല അത് പോകാൻ കാരണം എന്താ പറയുക, കാല് കയറി ഇൻഫെക്ഷനായിട്ട് മുകളിലോട്ട് വന്നു, മുറിവായി. അങ്ങനെ കാല് ഇച്ചിരി ഡേഞ്ചർ, ഇച്ചിരി അത് മറിഞ്ഞു വീണതല്ലേ? മറിഞ്ഞു വീണത് ഇരുന്നിരുന്നിരുന്ന് ഇതായിപ്പോയി. അന്നേരം മുറിച്ച് മാറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി, ഡിസ്ട്രിക്റ്റ് കൊണ്ട് ചികിത്സ ക്ലിയർ ആവാഞ്ഞിട്ട് അവിടുന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രി പോയി. അതിന് ഒരുപാട് പൈസ കടം മേടിക്കേണ്ട. ഇപ്പം നിലവിൽ കടവാണ്. അത് വീടിൻ്റെ പ്രമാണമൊക്കെ കൊടുത്തിട്ടായിരുന്നു മേടിച്ചത്. അതിപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അതിനിടയ്ക്ക് ഇതിപ്പോൾ പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ പ്രൈവറ്റ് ആശുപത്രി ഡിസ്ചാർജ് ആയി വന്ന് അങ്ങനെ ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റ് ആയി നമ്മുടെ കുണ്ടറ. അവിടെ പിന്നെ ലാസ്റ്റ് അവിടുന്ന് കരിയുന്നതിന് മുമ്പ് അവിടുന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടി വന്നു. ശരിക്കും ഒരു ജോലി ചെയ്ത് ജീവിക്കാവുന്ന ഒരു ആരോഗ്യസ്ഥിതി ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് എനിക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കച്ചവടവും പോയി, എല്ലാം പോയി. നമ്മുടെ വരുമാനമൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ ഫൗണ്ടേഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേന് യൂട്യൂബിൻ്റെ കാലഘട്ടം വന്നപ്പോഴത്തേന് നമ്മുടെ കച്ചവടം എല്ലാം പോയി. CD ആയിരുന്നല്ലോ, പാട്ടുകൾ ഇറക്കുന്നതായിരുന്നല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനുശേഷം അസുഖം കൂടി. പക്ഷെ നമ്മൾ ആരോടും പറയാതെ ഇങ്ങനെ സൈലൻ്റായിട്ട് പോവുക. പിന്നെ നാടൻ പാട്ടുകളൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടും ഫൗണ്ടേഷൻ്റെ പരിപാടിയൊക്കെ. അത്യാവശ്യം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ചെയ്യാറും ഇവിടെയൊക്കെ ഉണ്ടല്ലേ, കോർഡിനേറ്റ് ചെയ്യും. അതെ, മറ്റു നമ്മൾ അത്യാവശ്യം ഫൗണ്ടേഷൻ്റെ പരിപാടി അവിടെ ഇവിടെ അന്നേരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഉദ്ഘാടനമൊക്കെ വരുമ്പം പിന്നെന്ത് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് അമ്പല കമ്മിറ്റിയുടെ കാര്യങ്ങൾ അമ്പലത്തിന് വെച്ചാൽ അമ്പലം പ്രസിഡന്റ് നമ്മളത് നമുക്ക് ഇതെങ്ങനെ അമ്പലത്തിൻ്റെ പ്രസിഡന്റ് ആയത്? കാരണം ഇവിടെ വലിയ പിടിവലി നടക്കും. ഒരു അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞാൽ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് മടങ്കാവ് പോലുള്ളൊരു സ്ഥലത്ത് വലിയ മത്സരമാണ്. അവിടെ സുല്ലഭ ഒരു സാധാരണക്കാരൻ വളരെ വിഷമത അനുഭവിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്? അത് പറയണോ? ചാനലിൽ പറയണം. അതെങ്ങനെയാണ്? കുഴപ്പമുണ്ടാവും? ഇല്ല ഒന്നുമില്ല. അല്ല, ഞാനിവിടെ പ്രസിഡന്റ് ആയപ്പോഴേ ഇവിടെയുള്ള നിലവിൽ ഇവിടുത്തെ ഭരണസമിതി 17 വർഷം ഇരുന്നൊരു ഭരണസമിതി ആയിരുന്നു ഞാൻ കയറുന്നതിന് മുമ്പ്. അന്നേരം അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അമ്പലത്തിന് പുരോഗമനം ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി നാം സംസാരിക്കുമായിരുന്നു, കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അന്ന് എതിർത്ത ടീമുകൾ ഭരണസമിതി അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അവരെ മാറ്റിയായിരുന്നു ജനങ്ങളുടെ ഒരു ഇതോടെ. അന്നേരം പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ ഞാനില്ല. അന്നേരം എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കിയായിരുന്നു. അറിയാം, ഈ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഹരീഷ് എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ, അവനിപ്പോൾ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഹരീഷ് ഏകദേശം 1 വർഷത്തോളം പുതിയ ഭരണസമിതിയിൽ പ്രസിഡൻ്റായിട്ടിരുന്നായിരുന്നു. അന്നേരം മാനസികമായിട്ട് അതിന് പഴയ ഭരണസമിതി എന്തോ അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പ്രസിഡൻ്റ് ആക്കണമെന്ന് എൻ്റെ കരക്കാർ തീരുമാനിച്ചു. എൻ്റെ കരയുടെ പേരും കര, 4 കരയെന്ന ഒരു കമ്മിറ്റികളെ കൊണ്ടുവരുന്നത്. അന്നേരം നിലവിലെ ഭരണസമിതി ഞങ്ങൾ പലരും പറഞ്ഞ് എന്നെ കമ്മിറ്റി അങ്ങ് ആക്കാൻ ഒക്കത്തില്ലെന്ന്. പിന്നീട് നാട്ടുകാരോട് കേസ് കൊടുത്ത് അതായത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇവിടെ വന്ന് കൂട്ടുകാർ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമ്മിറ്റിക്കാർ പറഞ്ഞ് പ്രസിഡൻ്റ് ആക്കാൻ ഒക്കത്തില്ല, കമ്മിറ്റി അങ്ങ് നാട്ടുകാരാണ്. അന്നേരം നാട്ടുകാർ കരക്കാരെല്ലാം പറഞ്ഞ് സുനിലിന് കമ്മിറ്റി വരും, കമ്മിറ്റിയിലോട്ട് വിടുന്നില്ല, പ്രസിഡൻ്റായിട്ട് വിടാണ്. അങ്ങനെ വീണ്ടും പ്രസിഡൻ്റായി ഇവിടെ കേസൊക്കെ ഒരു ദിവസം രാത്രി പോലീസുകാർ ഇടപെട്ട പ്രസിഡൻ്റാക്കിയത്. ഞാൻ ഇപ്പോൾ പ്രസിഡൻ്റ് ആയതിനു ശേഷം ഏകദേശം എന്തൊക്കെ കാര്യങ്ങൾ ഈ അമ്പലത്തിൽ മാറ്റങ്ങൾ നടത്താൻ പറ്റി? സുനിലിൻ്റെ പരിമിതിക്കകത്ത് നിന്ന് എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം, പക്ഷേ പ്രേക്ഷകരറിയണം. സുനിലിൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റി? മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു വരവ് ചിലവ് കണക്ക്. അല്ല, അമ്പലത്തിൽ ഇപ്പോൾ ഒരു 4 കര ഒത്തൊരുമിച്ചാണ് പോകുന്നത്. അത് മാത്രമല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റിയാണ്, പഴയ കമ്മിറ്റി. ഇപ്പം മത്സരമോ കാര്യങ്ങളൊന്നുമില്ല, കരയായതുകൊണ്ടേ 4 കരയിൽ ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ഇവിടുത്തെ സഹപ്രവർത്തകരെല്ലാം ചെയ്യുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ വെളിയിൽ ഇവിടുത്തെ മനോജ് ബാബു എന്ന് പറയും, മനോഹൻ എന്നാണ്ട് ഇപ്പം തറയോട് ഇട്ട് തന്ന് അകത്തിട്ട് തന്ന് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ നമ്മളിപ്പോൾ മതിൽ കെട്ടി, ഇതൊന്നും അമ്പലത്തിൽ പൈസ ഇല്ല കേട്ടോ, മതിൽ കെട്ടി നാട്ടുകാർ പെയിൻറ്റിങ് കഴിഞ്ഞ് മോട്ടർ വെച്ചു. ആ മോട്ടർ നമ്മുടെ ഒരു സുഹൃത്ത് മേടിച്ച് തന്ന് ഇപ്പോൾ ഗേറ്റ് ഇടാൻ പോകുന്നത്, അതിപ്പോൾ സ്പോൺസറാണ്. പിന്നെ അമ്പലത്തിൽ എൻ്റെ കര പേരേങ്കര ഉത്സവത്തിൻ്റെ ബാലൻസ് വഹിച്ചുകൊണ്ടായിരുന്നു, അത് വെച്ചിട്ട് CCTV വെച്ച്. പിന്നെ നമ്മുടെ അത് ഇപ്പം നിലവിൽ CCTV ചെയ്ത് മൊത്തം. മറ്റേത് അതായത് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സുനിൽ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അതെ, സുനിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. പക്ഷേ സുനിലിൻ്റെ കാര്യങ്ങളിൽ സുനിൽ ശ്രദ്ധ വെക്കാതെ പോയി. അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് അറിയാം. നമ്മുടെ മുളവന ജംഗ്ഷനിലെ മെയിൻ ഒരു ക്ലബ്ബുണ്ട്, ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. 34ാമത് വർഷം കഴിഞ്ഞു, 37ാമത് വർഷം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഇന്നലെ ആയിരുന്നു. അവർ അത്യാവശ്യം കലാകാരന്മാരും കലാകാരികളൊക്കെ പ്രസിഡന്റാണ്. അവിടുത്തെ ഓട്ടോമാറ്റിക്കായിട്ട് തിരഞ്ഞെടുത്താന്ന് പറയാം. എന്നെ അണ്ണന്മാരെല്ലാം വിളിച്ചുകൊണ്ട് പ്രസിഡന്റ് ആക്കിയതാണ്. അതായത് പൊതുയോഗത്തിൽ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് സുനിൽ മുളവന. സുനിലിന് ശാരീരിക അവസ്ഥകളും പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുടെ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങ് മറക്കും ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലേ? അയ്യോ അല്ല, അതാ ഒരു ആശ്വാസം. ഇപ്പോഴും കണ്ട നേരെ നിൽക്കാൻ പറ്റുന്നില്ല, പിടിച്ചാൽ മാത്രമേ സുനിലിന് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു കാലിൽ വലിയ മുറിവുണ്ട്, അത് ഉണങ്ങിയിട്ടില്ല, കാല് ബാലൻസ് ഇല്ല. ഒരാൾ പിടിച്ചാൽ മാത്രം നടക്കാവുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും ചാടിത്തുള്ളി ആ വയ്യായികയിലും അങ്ങ് പോകും, അല്ലേ? പിന്നെ നമ്മളെ ഈ ഓണം ഇതൊക്കെ പരിപാടിയല്ലേ, ഓണം വീട്ടിലെ സാഹചര്യം എന്നൊക്കെ മറക്കും.
ശരിക്കും ഈ ഒരു ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിലെ ആ വിഷമമൊക്കെ അങ്ങ് അതെല്ലാം മാറും. മാറും. പിന്നെന്ന് പറഞ്ഞാൽ വീട് എത്രയും പെട്ടെന്ന് അങ്ങ് വെക്കണം, അതാണ് ലക്ഷ്യം. ഇപ്പം ഞാൻ കാരണം അമ്മ ഇത്രയും വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മയെ സുരക്ഷിതയാക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അമ്മ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. ഇപ്പം വീട് വന്നപ്പോൾ കണ്ടില്ലേ അത് സൈഡിലെ ഗേറ്റ് പോലെ. അമ്മയ്ക്ക് ഓർമ്മ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ മൂത്ത ചേട്ടന് സ്ട്രോക്ക് വന്നിട്ട് നാക്ക് കരുതി വീട്ടിലുണ്ട്. ഞാൻ വീട് പൊളിക്കുകയും ചെയ്ത് ഇപ്പം വീട് പണി തീരാത്തതുകൊണ്ട് ഇപ്പം വീട്ടുകാർക്ക് ഞാനിപ്പോൾ ഒരു ശല്യമായിരിക്കും. അവരാരും പറഞ്ഞിട്ടില്ല, സാമ്പത്തിക പ്രശ്നം വന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരും, ചാനലായിട്ട് എന്തുവെന്ന് പറയുന്ന ക്യാമറ ആയിട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. കലാഭവൻ മണി ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കലാഭവൻ മണി ഫൗണ്ടേഷന് രൂപം കൊടുത്ത് നൂറുകണക്കിന് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ കലാകാരൻ, ഈ നല്ല മനുഷ്യൻ, ഇദ്ദേഹത്തിനെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഒരു ചാരിറ്റി ഒരിക്കലുമല്ല. ഇതൊരിക്കലും ചാരിറ്റി വീഡിയോ അല്ല. പക്ഷേ ഒരിക്കലും സാമ്പത്തികം അങ്ങനെ പറയല്ല. പക്ഷേ ഇതൊരു കടമയുണ്ട്. പറയട്ടെ. ഒരിക്കലുമല്ല. ഈ അവസ്ഥയിൽ സുനിലിനെ പോലുള്ള ഒരാളെ നിലനിർത്തേണ്ട ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം ഏറ്റെടുക്കുന്ന എന്ത് ജോലികളും കൃത്യതയോടെ ചെയ്യുകയും എന്ത് വലിയ പ്രോഗ്രാം ആയാലും അത് വിജയിപ്പിച്ചെടുക്കാൻ ഈ വയ്യായികക്കിടയിലും അങ്ങേ അറ്റം വരെ പോകുന്ന സുനിലിനെ അത് എങ്ങനെ സഹായിക്കണമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. സുനിലിനെ ഇവിടെ നിർത്തേണ്ടത്, സുനിലിനെ താങ്ങി നിർത്തേണ്ട ഒരു ചുമതല കലാഭവൻ മണി ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും നേരിട്ട് വിളിക്കുക, വിശേഷങ്ങൾ ചോദിച്ചറിയുക, ഒപ്പമുണ്ടാകുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു.